ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ദഫേദാർ പ്രസ്മാൻ, സ്വീപ്പർ, ആയ തുടങ്ങിയ തസ്തികകളിലേക്കുള്ള കേരള PSC പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്നതും മുൻപ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതുമായ ഏതാനും ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താഴെ തന്നിരിക്കുന്നവയിൽ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണ്? 1. മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിലുള്ള വളർച്ച. 2. സ്വാശ്രയത്വം. 3. ഭൂപരിഷ്കരണം. 4. ആഗോളവത്കരണം. 1 2 3 1 2 4 1 2 3 4 1 2. ശരിയുത്തരം 1 2. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സമരം ഏത്? ഖേദ, അഹമ്മദാബാദ്, ചമ്പാരൻ, ലഖ്നൗ. ശരിയുത്തരം ചമ്പാരൻ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? മാണിക്കൽ, പുല്ലമ്പാറ, കുന്നത്തുനാട്, ഇരവിപേരൂർ. ശരിയുത്തരം പുല്ലമ്പാറ. ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരാണ്? വള്ളത്തോൾ നാരായണമേനോൻ, ബോധേശ്വരൻ, പന്തളം KP രാമൻപിള്ള, K ദാമോദരൻ. ശരിയുത്തരം ബോധേശ്വരൻ. സംസ്ഥാന സർക്കാരിന് നിയമോപദേശം നൽകുന്നത് ആരാണ്? ഗവർണർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഉപരാഷ്ട്രപതി, അഡ്വക്കേറ്റ് ജനറൽ. ശരിയുത്തരം അഡ്വക്കേറ്റ് ജനറൽ. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? വേലുത്തമ്പി ദളവ, കുഞ്ഞാലിമരക്കാർ, ശക്തൻ തമ്പുരാൻ, പഴശ്ശിരാജ. ശരിയുത്തരം പഴശ്ശിരാജ. രാഷ്ട്രപതിക്കെതിരായ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ ബന്ധപ്പെട്ട സഭയിലെ ആകെ അംഗങ്ങളിൽ കുറഞ്ഞത് എത്ര അംഗങ്ങളാണ് ഒപ്പിടേണ്ടത്? 10 1, 6 1, 4 1, 5 1. ശരിയുത്തരം 4 1. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും നടത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്ന സുപ്രധാന സുപ്രീം കോടതി വിധി ഏതു കേസുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായത്? AK ഗോപാലൻ കേസ്, SR ബൊമ്മെ കേസ്, നോവർട്ടിസ് പേറ്റന്റ് കേസ്, കേശവാനന്ദ ഭാരതി കേസ്. ശരിയുത്തരം കേശവാനന്ദ ഭാരതി കേസ്. നിതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? സുമൻ ബെറി, അരവിന്ദ് പനഗരിയ, പരമേശ്വരൻ അയ്യർ, ഡോക്ടർ VK സരസ്വത്. ശരിയുത്തരം സുമൻ ബെറി. ഇന്ത്യൻ ഭരണഘടനയിൽ പൊതുജനാരോഗ്യം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഇവയൊന്നുമല്ല. ശരിയുത്തരം സ്റ്റേറ്റ് ലിസ്റ്റ്. ചെറുഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതാണ്? 39, 42, 44, 38. ശരിയുത്തരം 42. കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? കല്യാശ്ശേരി, തലശ്ശേരി, കോട്ടയം, കോഴിക്കോട്. ശരിയുത്തരം തലശ്ശേരി. കേരള സർക്കാരിന്റെ കമ്മ്യൂണിറ്റി പോലീസിംഗ് സംരംഭം ഏതാണ്? ജനമൈത്രി സുരക്ഷ, പിങ്ക് ബീറ്റ്, നിർഭയ, ആശാകിരണം.
ശരിയുത്തരം ജനമൈത്രി സുരക്ഷ. കേരളത്തിലെ ഏക കന്റോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂർ, കോഴിക്കോട്, കൊല്ലം, തിരുവനന്തപുരം. ശരിയുത്തരം കണ്ണൂർ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായൺ, മൗലാന അബുൽ കലാം ആസാദ്, റാഷ് ബിഹാരി ബോസ്. ശരിയുത്തരം മൗലാന അബുൽ കലാം ആസാദ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടന നടത്തിയ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ ഏത് നിയമ നിർമ്മാണത്തിലേക്കാണ് നയിച്ചത്? വിദ്യാഭ്യാസാവകാശ നിയമം, സേവനാവകാശ നിയമം, ഭക്ഷ്യാവകാശ നിയമം, വിവരാവകാശ നിയമം. ശരിയുത്തരം വിവരാവകാശ നിയമം. കേരളത്തിലെ നഗര തൊഴിലുറപ്പ് പദ്ധതിക്ക് ഏത് നവോത്ഥാന നായകന്റെ പേരാണ് നൽകിയിട്ടുള്ളത്? അയ്യങ്കാളി, വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പിസ്വാമികൾ, ശ്രീനാരായണ ഗുരു. ശരിയുത്തരം അയ്യങ്കാളി. ഓടി വിളയാടു പാപ്പ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതി, തിരുവള്ളുവർ, വൈകുണ്ഠസ്വാമി, പണ്ഡിറ്റ് കറുപ്പൻ. ശരിയുത്തരം സുബ്രഹ്മണ്യ ഭാരതി. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിക്കപ്പെട്ട പ്രക്ഷോഭം ഏതാണ്? ഖിലാഫത്ത് സമരം, നിസ്സഹകരണ സമരം, ഉപ്പു സത്യാഗ്രഹം, നിയമലംഘന സമരം. ശരിയുത്തരം നിസ്സഹകരണ സമരം. കുടുംബശ്രീയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്താണ്? ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വികേന്ദ്രീകൃതാസൂത്രണം. ശരിയുത്തരം ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 1920 നിസ്സഹകരണ സമരകാലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. 1. ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുക. 2. നികുതി നൽകുക. 3. തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക. 4. ഹിന്ദി പ്രചരിപ്പിക്കുക. 1 ഉം 3 ഉം, 2 മാത്രം, 4 മാത്രം, 3 ഉം 4 ഉം. ശരിയുത്തരം 2 മാത്രം. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഷാ കമ്മീഷൻ, ലിബർഹാൻ കമ്മീഷൻ, ശ്രീകൃഷ്ണ കമ്മീഷൻ, സർക്കാരിയ കമ്മീഷൻ. ശരിയുത്തരം സർക്കാരിയ കമ്മീഷൻ. സർക്കാർ ഉടമസ്ഥതയിൽ കേരളത്തിൽ നിലവിൽ വന്ന രാജ്യത്തെ ആദ്യത്തെ ഓൺലൈൻ ടാക്സി സംവിധാനം ഏതാണ്? കേരള ടാക്സി, കേരള സവാരി, ഓൺലൈൻ സവാരി, കേരള യാത്ര. ശരിയുത്തരം കേരള സവാരി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വടക്കേ മലബാറിലുണ്ടായ പ്രധാന സംഭവം ഏതാണ്? കയ്യൂർ സമരം, കരിവെള്ളൂർ സമരം, കീഴരിയൂർ ബോംബ് കേസ്, മൊറാഴ സംഭവം. ശരിയുത്തരം കീഴരിയൂർ ബോംബ് കേസ്. ഏതാനും പ്രസ്താവനകൾ ചുവടെ നൽകുന്നു. 1. കുഞ്ഞാലി ഒന്നാമൻ കടലിൽ ഒളിപ്പോർ നയം സ്വീകരിച്ചു 2 പട്ടുമരക്കാർ എന്നറിയപ്പെട്ടത് കുഞ്ഞാലി രണ്ടാമനാണ്. 3. ചാലിയം യുദ്ധത്തിൽ പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചത് കുഞ്ഞാലി മൂന്നാമന്റെ നേതൃത്വത്തിലാണ്. 4. കുഞ്ഞാലി നാലാമനെ ഗോവയിൽ വെച്ചാണ് പോർച്ചുഗീസുകാർ വധിച്ചത്. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 1, 2, 3, 2, 3, 4, 1, 4 എല്ലാം ശരിയാണ്. ശരിയുത്തരം 1, 3, 4.
ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 44 അനുസരിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും വളർത്തുക, രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് പൊതുവായ സിവിൽ നിയമസംഹിത രൂപവത്കരിക്കുക, മദ്യനിരോധനം, തുല്യജോലിക്ക് തുല്യവേതനം. ശരിയുത്തരം രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് പൊതുവായ സിവിൽ നിയമ സംഹിത രൂപവത്കരിക്കുക. ഏത് നിയമത്തിനെതിരെയായ പ്രതിഷേധ സമരമാണ് ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത്? ഇൽബർട്ട് നിയമം, റൗലറ്റ് നിയമം, മിൻഡോ മോർലി നിയമം, സൈമൺ കമ്മീഷൻ നിയമം. ശരിയുത്തരം റൗലറ്റ് നിയമം. ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ, KVK സുന്ദരം, SP സെൻ വർമ്മ, T സ്വാമിനാഥൻ. ശരിയുത്തരം സുകുമാർ സെൻ. കൊച്ചി മുസിരിസ് ബിനാലെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ചലച്ചിത്രോത്സവം, നാടകോത്സവം, കലാപ്രദർശനം, സംഗീതോത്സവം. ശരിയുത്തരം കലാപ്രദർശനം. ലോകത്തിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്, കേരളം, കർണാടക, ഗുജറാത്ത്. ശരിയുത്തരം കേരളം. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.